ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 8 രണ്ടാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. സോയം ചതുർയുഗ സഹസ്രമിതന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർ നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രിം. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. സോയം ചതുർയുഗ സഹസ്രമിതാന്യഹാനി താവന്മിതാശ്ച രജനീർ ബഹുശോ നിനായ. സോയം സഹ അയം, സഹ ആ അയം അദ്ദേഹം, സഹ അയം ആ അദ്ദേഹം, ആ ബ്രഹ്മാവ് ചതുർയുഗ സഹസ്രം. ചതുർയുഗം എന്നാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങൾ ചേർന്നതാണ് ചതുർയുഗം. ആ ചതുർയുഗം 1000 എണ്ണം ചേർന്നത്, അതായത് 1000 ഇതുപോലെയുള്ള ചതുർയുഗങ്ങൾ ചേർന്നത്. ഇതാനി അത്രയും ദൈർഘ്യമാണ്. അഹാനി പകലിന്, ബ്രഹ്മാവിൻ്റെ ഒരു പകലിന് 1000 ചതുർയുഗങ്ങൾ ചേർന്ന ദൈർഘ്യമാണ്. ഒരു ചതുർയുഗം എന്നാൽ 43,20,000 മനുഷ്യവർഷം. അങ്ങനെയുള്ള ചതുർയുഗങ്ങൾ 1000 എണ്ണം ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. താവന്മിതാശ്ച രജനീർ ബഹുശോ നിനായ. താവന്മിതാഹ ച, താവന്മിതാഹ അതേ അളവിലുള്ളതും, രജനീർ രജനീഹി രാത്രികളും, ബഹുശോ ബഹുശഃ പല പ്രാവശ്യം, നിനായ കഴിച്ചുകൂട്ടുന്നു. ഈ 1000 ചതുർയുഗം ദൈർഘ്യമുള്ള പകലും അത്രയും തന്നെ ദൈർഘ്യമുള്ള രാത്രിയും പല പ്രാവശ്യം ഈ ബ്രഹ്മാവ് കഴിച്ചുകൂട്ടുന്നു. നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർ. നിദ്രാത്യസൗ, നിദ്രാതി അസൗ, നിദ്രാതി നിദ്രയെ ചെയ്യുന്നു അല്ലെങ്കിൽ ഉറക്കത്തെ ചെയ്യുന്നു. അസൗ അദ്ദേഹം, ത്വയി നിലീയ ത്വയി അങ്ങയിൽ ഭഗവാനിൽ, നിലീയ ലയിക്കുന്നു. സമം സ്വസൃഷ്ടൈർ സമം കൂടെ, സ്വസൃഷ്ടൈർ സ്വന്തം സൃഷ്ടികളും. ഈ 1000 ചതുർയുഗക്കാലമുള്ള പകൽ സമയത്ത് ഈ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ള സകല സൃഷ്ടികളെയും ചേർത്ത് സ്വയം ഈ ഭഗവാനിൽ നിദ്രാസമയത്ത്, രാത്രി സമയത്ത് ഈ ബ്രഹ്മാവ് ലയിക്കുന്നു. നൈമിത്തിക പ്രളയം ആഹുരതോസ്യ രാത്രിയും. നൈമിത്തിക പ്രളയം ആഹു എന്നു പറയുന്നു. രഥോസ്യ അതഹ അസ്യ, അതഹ അതുകൊണ്ട്, അസ്യ അദ്ദേഹത്തിൻ്റെ രാത്രിം രാത്രികളെ, ഈ ബ്രഹ്മാവിൻ്റെ രാത്രികളെ അതുകൊണ്ട് തന്നെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. അതായത് 1000 ചതുർയുഗങ്ങൾ ഉള്ള പകൽ സമയത്ത് സൃഷ്ടിച്ച സകല സൃഷ്ടികളെയും ചേർത്ത് രാത്രിയാകുമ്പോൾ, രാത്രി സമയവും 1000 ചതുർയുഗങ്ങളുടെ ദൈർഘ്യമുണ്ട്. ആ സമയത്ത്, നിദ്രാസമയത്ത് ഈ ബ്രഹ്മാവ് സ്വയം ഈ സൃഷ്ടികളെയും ചേർത്ത് ത്വയി നിലീയ അങ്ങയിൽ ലയിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ രാത്രികളെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയെ നൈമിത്തിക പ്രളയമെന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് ഒന്നുകൂടി പറയാം. ആ ബ്രഹ്മാവ് 1000 ചതുർയുഗ ദൈർഘ്യമുള്ള പകലും അത്രയും തന്നെ ദൈർഘ്യമുള്ള രാത്രിയും പല പ്രാവശ്യം കഴിച്ചുകൂട്ടുന്നു. ഇപ്രകാരമുള്ള ബ്രഹ്മാവ് 1000 ചതുർയുഗങ്ങളാകുന്ന പകൽ താൻ നടത്തിയ സൃഷ്ടികളോടൊപ്പം 1000 ചതുർയുഗങ്ങളാകുന്ന രാത്രിയിൽ സ്വയം അങ്ങയിൽ ലയിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രാത്രിയെ നൈമിത്തിക പ്രളയമെന്ന് പറയപ്പെടുന്നു. സോയം ചതുർയുഗ സഹസ്രമിതന്യഹാനി താവന്മിതാശ്ച രജനീർ ബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർ
നൈമിത്തികപ്രളയമാഹുരതോസ്യ രാത്രിം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. സോയം ചതുർയുഗസഹസ്രമിതന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർ നൈമിത്തികപ്രളയമാഹുരതോസ്യ രാത്രിം. മൂന്നാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.